അൻഫിൽ ഡിസൂസ വിശദാംശങ്ങൾ നൽകും. അൻഫിൽ സൂചിപ്പിച്ച പോലെ 5 മന്ത്രിമാർ എന്നുള്ള കാര്യം ലീഗ് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഘടകകക്ഷി മന്ത്രിമാരിൽ ചിലർക്ക് ടേം വ്യവസ്ഥയൊക്കെ നിശ്ചയിച്ച് മുന്നോട്ട് പോകാനാണ് UDF നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനം കൃത്യമായി ഉറപ്പാക്കിയ തീരുമാനമാണോ? നാളെ അത് മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഒപ്പം ലീഗിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച് ആരൊക്കെയാണ് എന്നുള്ള ധാരണ എപ്പോഴാണ് എത്തുക? അഖില, തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. അതായത് ഈ ചർച്ചകളിൽ മാരത്തോൺ ചർച്ചകൾ നടന്നിട്ടും ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടെങ്കിൽ അവരുടെ മന്ത്രിസ്ഥാനവും വീതം വകുപ്പും വകുപ്പുകൾ തമ്മിൽ വീതം വെക്കുന്നത് തമ്മിലുള്ള ചർച്ച അത് അവസാനം വരെ ഈ രാത്രി വരെയും KPCC ആസ്ഥാനത്ത് ഘടകകക്ഷി നേതാക്കളൊക്കെ വന്നുവെങ്കിലും അതിൽ ഒരു അന്തിമമായ തീരുമാനം എത്താൻ വേണ്ടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചർച്ചകൾ നാളത്തേക്കും, അതായത് ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകളും നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം ഉറപ്പായി നൽകുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ തീരുമാനമായിട്ടുണ്ട്. 5 മന്ത്രിസ്ഥാനവും അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് പദവി, അത് മുനീറിന്, MK മുനീറിന് ഏതെങ്കിലും ഒരു ചെയർമാൻ കമ്മീഷൻ, അതായത് വയോജന കമ്മീഷന്റെ അല്ലെങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷന്റെയൊക്കെ ചെയർമാൻ പദവി നൽകും. ഈ 5 മന്ത്രിമാരിൽ ആരെയൊക്കെ മന്ത്രിമാരാക്കണം എന്നതിൽ ലീഗിനുള്ളിലും തർക്കം നടക്കുകയാണ്. അത് ലീഗിനുള്ളിൽ PK ബഷീറിനെയാണോ KM ഷാജിയാണോ ഒഴിവാക്കേണ്ടത് എന്ന രീതിയിൽ ചർച്ച നടക്കുന്നു. ഒപ്പം തന്നെയും N ഷംസുദ്ദീൻ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടാതെ N ഷംസുദ്ദീൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയും VK ഇബ്രാഹിമിന്റെ മകനായിരിക്കുന്ന അബ്ദുൽ ഗഫൂറിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം പാറക്കൽ അബ്ദുള്ളയുടെ പേര് പറഞ്ഞു. അങ്ങനെ 5 മന്ത്രിമാർ എന്തായാലും ലീഗിന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് പദവി കിട്ടും. ഇനി PJ ജോസഫിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവർ 2 മന്ത്രിമാർ വേണമെന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ചർച്ചകൾക്ക് അവർ തയ്യാറാകുന്നില്ല. ഒരു ചീഫ് വിപ്പ് സ്ഥാനമോ അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് പദവിയോ PJ ജോസഫിന് ക്യാബിനറ്റ് പദവിയുള്ള ചെയർമാൻ കമ്മീഷന്റെ ചെയർമാൻ പദവിയൊക്കെ ഓഫർ ചെയ്തിട്ടും അതിലൊന്നും തന്നെ വഴങ്ങുന്നില്ല. 2 മന്ത്രിമാർ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് ആ ചർച്ച ഏറെയും വൈകിയിട്ടും അതിന് തീരുമാനമാകുന്നില്ല. നാളെയും ജോസഫ് ഗ്രൂപ്പുമായുള്ള ചർച്ച തുടരും. ലീഗുമായുള്ള ചർച്ചയിൽ ഇനി നാളെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ലീഗ് ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞു. പക്ഷേ അതേസമയം RSPക്ക് ഒരു മന്ത്രി തന്നെയാണ് ഷിബു ബേബി ജോൺ. വകുപ്പുകൾ മാറ്റമുണ്ടാകും. എന്നാൽ മറ്റ് CP ജോൺ മന്ത്രിയാകും. CP ജോണിന് വകുപ്പ് അദ്ദേഹം ആവശ്യപ്പെട്ട തുറമുഖ വകുപ്പും സഹകരണവുമാണെങ്കിൽ പോലും ആ വകുപ്പ് കൊടുക്കില്ല. പകരം ഗതാഗത വകുപ്പ് കൊടുക്കാനുള്ള സാധ്യതയിലായിരിക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. തുറമുഖ വകുപ്പ് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് കരുതുന്നത്. അതേസമയം മറ്റ് ഘടകകക്ഷികൾ ഒറ്റ MLA മാരുള്ള, അതായത് മാണി സി കാപ്പനും ഒപ്പം തന്നെയും അനൂപ് ജേക്കബ്, ഈ 2 പേർക്കും ടേം അവസ്ഥയിൽ 2.5 വർഷം എന്ന രീതിയിലായിരുന്നു. പക്ഷേ മാണി സി കാപ്പനാണ് തയ്യാറാകുന്നില്ല. അദ്ദേഹം അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഫുൾ ടേമുള്ള ഒരു മന്ത്രിസ്ഥാനമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ആ ചർച്ച വീണ്ടും തുടരും. അതായത് ഏറ്റവും ചെറിയ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവരുമായുള്ള ചർച്ചകൾ നാളെയും തുടരും. അപ്പോൾ ആകെ പറയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കാര്യത്തിലും ഘടകകക്ഷികളുമായുള്ള കാര്യത്തിലും ഒരു അന്തിമമായ പിക്ചർ ഇതുവരെ ആയിട്ടില്ല. അത് ഏറെ വൈകി ചർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് KPCC ആസ്ഥാനത്ത്. പക്ഷേ നാളെ ഇക്കാര്യത്തിലൊക്കെ തന്നെയും നാളെ രാവിലെയോടുകൂടി ഉച്ചയ്ക്ക് മുമ്പ് എല്ലാം പൂർണ്ണമായും 21 മന്ത്രിമാരുടെ ചിത്രം പൂർണ്ണമാകും. അതിനുശേഷം പ്രഖ്യാപനമുണ്ടാകും. മാധ്യമ സമ്മേളനത്തിന് ശേഷമായിരിക്കും ആ പട്ടികയും കൊണ്ട് ഗവർണറെ കാണാൻ പോവുക. കാരണം ഗവർണറെ കണ്ട് സമർപ്പിച്ചിട്ട് പിറ്റേന്ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രാത്രി വരെയും തുടർന്ന മാരത്തോൺ ചർച്ച UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളുമായുള്ളത് നാളെയും തുടരും. നാളെ പകലും ആ ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അഖില.